ശശി തരൂരിനെ BJP ക്ഷണിച്ചതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ആ സംഘത്തിന്റെ തലവനാക്കിയതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ശശി തരൂരിനെ കോൺഗ്രസ് നിർദ്ദേശിച്ച സംഘത്തിൽ ഉൾപ്പെടുത്താത്തതിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോ ഒരു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് 7 സംഘങ്ങളെ നിയോഗിക്കുന്നു. ആ നിയോഗിക്കുന്ന 7 സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായിട്ട് ശശി തരൂരിനെ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കുന്നു. ശശി തരൂരിന് അതിന് യോഗ്യതയില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം അക്കാര്യത്തിൽ പരമാവധി യോഗ്യനാണ്. ഒരുപക്ഷെ ഇന്ത്യയിലുള്ളവരിൽ ഏറ്റവും യോഗ്യരായ ഒരാളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തന പരിചയം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരാഗോള പൗരൻ, ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സ്വീകാര്യത, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള്, അദ്ദേഹം എഴുതിയ പുസ്തകം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും യോഗ്യൻ എന്ന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അത് 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 BJP സർക്കാർ പരിഗണിച്ചിട്ടുണ്ടാകാം. അതിനൊപ്പം തന്നെ അതിനേക്കാൾ അധികമോ ശശി തരൂരിനെ പരിഗണിച്ചതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.